തിരുവനന്തപുരത്തെ അധ്യാപികയുടെ ക്രൂരതയിൽ വിദ്യാർത്ഥിനിക്ക് പഠനം ഉപേക്ഷിക്കേണ്ടി വന്നതിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ 24 പറഞ്ഞു. പരാതി അതീവ ഗൗരവമുള്ളതാണ്. പരാതിയിലുള്ളത് പോക്സോ വകുപ്പുകൾ ചുമത്തേണ്ട കുറ്റങ്ങൾ. അധ്യാപികയും സ്കൂൾ അധികൃതരും 10-ാം തീയതി നേരിട്ട് ഹാജരാകണമെന്നും ബാലാവകാശ കമ്മീഷൻ പറഞ്ഞു. 10-ാം തീയതി അവരെ എല്ലാ സ്കൂൾ HM-നോടും പ്രിൻസിപ്പലിനോടും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരോടും കമ്മീഷൻ മുമ്പാകെ ഹാജരാവാൻ വേണ്ടി നോട്ടീസ് നൽകിയിട്ടുണ്ട്. കേസ് എടുത്തു, അവരോട് ഹാജരാവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാവരെയും കേട്ടതിന് ശേഷം തുടർ നടപടി എന്ത് വേണമെന്ന് കമ്മീഷൻ തീരുമാനിക്കും. കുട്ടികൾ തുടർ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ എല്ലാ സഹായവും കമ്മീഷൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. പോക്സോ നിയമം അനുസരിച്ച് കേസെടുക്കാമല്ലോ. ഇരുഭാഗത്തെയും കേട്ടതിന് ശേഷം നമ്മൾ തീരുമാനമെടുക്കും. ഒരു പെൺകുട്ടി ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പഠനം ഉപേക്ഷിച്ചു പോരേണ്ട, ഭാവി തന്നെ അപകടത്തിലാക്കുന്ന ഒരു തീരുമാനമെടുക്കാൻ ഒരു അധ്യാപിക കാരണമായി എന്നറിയുമ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല ഇവരൊക്കെ അധ്യാപകരാണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നിപ്പോകും. ഒരുപാട് പ്രേക്ഷകർ രാവിലെ ഈ വാർത്ത നമ്മൾ സംപ്രേഷണം ചെയ്തപ്പോൾ പ്രതികരിച്ചിരുന്നു. അപ്പോൾ എന്തായാലും ഇതിൽ കടുത്ത നടപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ് നീങ്ങുന്നത് മനസ്സിലായപ്പോൾ മാനേജ്മെൻറ്റ് തന്നെ ഈ അധ്യാപികയെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളത് നല്ല കാര്യമാണ്. എന്തായാലും ഈ ബാലാവകാശ കമ്മീഷൻ്റെ പുതിയ നടപടിയുടെ വിവരങ്ങളുമായി KV മനോജ് കുമാർ പറഞ്ഞ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ നൽകാനായി ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് വീണ്ടും ചേരുന്നു. ഉമേഷ്, കർക്കശമായ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണോ ബാലാവകാശ കമ്മീഷൻ പറഞ്ഞു വയ്ക്കുന്നത്? തീർച്ചയായും വിദ്യാർത്ഥിക്ക് ഈ വിഷയത്തിൽ നീതി ലഭിക്കണം. അതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വിദ്യാർത്ഥിയെ ഇത്രയും ക്രൂരമായി കൈകാര്യം ചെയ്ത അധ്യാപികയ്ക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം. അതിലേക്ക് കടക്കുകയാണ്. ആദ്യഘട്ടം എന്ന നിലയിൽ ഇപ്പോൾ സസ്പെൻഷൻ നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. ഇനി ഈ അധ്യാപിക ചെയ്ത കുറ്റം അത് പോക്സോ നിയമങ്ങൾ അനുസരിച്ച് കേസെടുക്കേണ്ട കുറ്റമാണ്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുമായി ബാലാവകാശ കമ്മീഷൻ മുന്നോട്ട് പോവുകയാണ്. 10-ാം തീയതി ഈ അധ്യാപികയും സ്കൂൾ അധികൃതരും വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും നേരിട്ട് കമ്മീഷന് മുന്നിൽ ഹാജരാകണം. അതിനുശേഷമായിരിക്കും പോലീസിനെ റെഫർ ചെയ്യണമോ തുടർ നടപടികൾ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക. എന്തായാലും കുട്ടിക്ക് ലഭിക്കേണ്ട മറ്റൊരു കാര്യം, കുട്ടിക്ക് ഇനി പഠിക്കാനുള്ള അവസരം ഉണ്ടാകണം. വിദ്യാർത്ഥിയുടെ പഠനം ഉപേക്ഷിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ആ സാഹചര്യത്തിൽ വിദ്യാർത്ഥിക്ക് എങ്ങനെ സുരക്ഷിതമായി പഠിക്കണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കും. അതിലെല്ലാ പിന്തുണയും ബാലാവകാശ കമ്മീഷൻ നൽകും. ഏത് രീതിയിൽ സുരക്ഷിതമായി പഠനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരം ഒരുക്കും എന്നുള്ള കാര്യത്തിൽ ഈ കേസിന്റെ തീർപ്പാക്കുന്നതിനൊപ്പം തന്നെ അതിലൊരു അടിയന്തര നടപടി ഉണ്ടാകുമെന്നും ബാലാവകാശ കമ്മീഷൻ ഉറപ്പ് നൽകുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ.